പ്രണയചിലങ്ക. രചന ഷാനിബ നിയാസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. രാത്രിയിൽ ഇറയത്തിലൂടെ ഒലിച്ചിറങ്ങി മുറ്റം നിറക്കുന്ന മഴത്തുള്ളികളെ നോക്കി ആ തിണ്ണയുടെ തൂണിലേക്ക് ഒന്നുകൂടെ തലചാരി വെച്ചു നീലിമ. മഴ പോലെ ചാലിട്ടൊഴുകുന്നില്ലെങ്കിലും ഒരു കടച്ചിലും നീറ്റലുമായി കണ്ണിലെ കണ്ണീർ കവിളിലേക്ക് കുതിച്ചിരുന്നു. ഉമ്മറത്തെ ആ തിണ്ണയിലിരുന്ന് മേലെ മേഞ്ഞ ഓടിലൂടെ താഴോട്ടെത്തുന്ന മഴയെ നോക്കി നിൽക്കാൻ എന്നും രസമായിരുന്നു. അന്ന് അച്ഛനുണ്ടായിരുന്നപ്പോൾ രാത്രിയിൽ ഇങ്ങനെ ഒരു മഴയുണ്ടെങ്കിൽ ഞങ്ങളുടെ അന്നത്തെ അത്താഴ ആ ഉമ്മറക്കോലായിലായിരുന്നു. ചൂട് കഞ്ഞിയും പയറും ചമ്മന്തിയും പപ്പടവും ഒക്കെയായി അച്ഛനും അമ്മയും ഞാനും അവിടെ വന്നിരുന്നാണ് കഴിക്കാറ്. ആ ചെറിയ തണുപ്പിൽ ആവി പറക്കുന്ന കഞ്ഞിയും കുടിച്ച് അച്ഛൻ്റെ തമാശയും അമ്മയുടെ ചെറിയ കുശുമ്പും കണ്ട് കഴിഞ്ഞു പോയത് ജീവിതത്തിലെ എത്ര നല്ല കാലമാണെന്ന് ഓർത്തവൾ ഇനി ഒരിക്കൽ കൂടെ തിരികെ കിട്ടില്ലെന്ന് ഓർക്കവേ കയറ്റി വെച്ച കാൽമുട്ടിൽ മുഖം ചേർത്ത് തേങ്ങിപ്പോയി. അച്ഛൻ്റെ ഓർമ്മകൾ വീണ്ടും വീണ്ടും മനസ്സിലേക്ക് വന്നതും വല്ലാത്തൊരു വാശിയോടെ മുഖം അമർത്തി തുടച്ചു അവൾ. സ്കൂൾ പ്യൂൺ രവീന്ദ്ര മാഷിന്റെയും അവിടുത്തെ തന്നെ നൃത്താധ്യാപികയായ ഗിരിജയുടെയും രണ്ട് മക്കളിൽ മൂത്തതാണ് നീലിമ. ഇളയമകൾ നീരജ അവളേക്കാൾ 5-6 വയസ്സിന് ഇളയതാണ്. അമ്മയുടെ നൃത്തത്തിന്റെ അസാമാന്യ വൈഭവം അതേപടി പകർന്നു കിട്ടിയത് നീലിമയ്ക്കായിരുന്നു. അതുകൊണ്ട് തന്നെ തന്റെ പഠിപ്പിനോളം പ്രാധാന്യത്തോടെ തീർത്ത പരിശീലനം അവൾ കൊണ്ടു നടന്നു. നഗരത്തിലെ ഒരു നല്ല കോളേജിൽ ഡിഗ്രിക്ക് മെറിറ്റ് സീറ്റ് കിട്ടി. സാമാന്യം നല്ല രീതിയിൽ പഠിച്ച് അതേ അളവിൽ ആ ചിലങ്കയെ നെഞ്ചോട് ചേർത്തുകൊണ്ട് ജീവിതം സന്തോഷകരമായി ഒഴുകിയ ദിവസങ്ങൾ. വിധി എന്ന ഭീകരസത്വം തൻ്റെ ജീവിതമായി മാറ്റിമറിച്ചത് അച്ഛൻ്റെ പെട്ടെന്നുള്ള ആ വേർപാടിലാണ്. ഒരിക്കൽ ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കണ്ടത് സ്കൂളിൽ നിന്ന് ലീവ് എടുത്ത് നേരത്തെ എത്തിയ അച്ഛനെയാണ്. നെഞ്ചി തടവിക്കൊണ്ടിരിക്കുന്ന അച്ഛനെയും വിളിച്ച് വേഗം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. തൻ്റെ പ്രാണന്റെ വേർപാടിൽ മനംനൊന്നിട്ടാവണം അമ്മയും തളർന്നു തുടങ്ങിയത്. അച്ഛൻ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പ്രഷർ കൂടി അമ്മയുടെ ഒരു വശം തളർന്നു തുടങ്ങി. തോൽപ്പിക്കാനൊരുങ്ങിയ വിധിക്ക് മുന്നിൽ അത്ര പെട്ടെന്ന് തലകുനിച്ച് കൊടുക്കാത്തതിനാൽ അമ്മയെ ഒരുവിധം ചികിത്സകളിലൂടെ തങ്ങളിലേക്ക് തന്നെ വലിച്ചു പിടിച്ചു. പിന്നീടുള്ള ദിവസങ്ങൾ മറ്റുള്ളവരുടെ സഹായത്താൽ അങ്ങനെ കഴിച്ചുകൂടി. സ്കൂളിലെ അച്ഛൻ്റെ സുഹൃത്തുക്കളും അമ്മാമാരും അമ്മയുടെ കൂട്ടുകാരി മല്ലികാൻ്റി എല്ലാവരും അകമഴിഞ്ഞ് സഹായിച്ചു. പയ്യെ പയ്യെ എല്ലാവരും ഉൾവലിഞ്ഞു. അല്ലെങ്കിലും സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കാൻ ആരാണ് ഉണ്ടാവുക? ഇനിയിപ്പോൾ ഡിഗ്രി പൂർത്തിയായില്ലേ, ഇനി എന്ത്? വീശിയടിച്ച കാറ്റിൽ തെക്കേലത്തൊടിയിൽ അച്ഛൻ്റെ കുഴിമാടത്തിലെ വിളക്കണഞ്ഞു. നീലിമ പതിയെ ഓർമ്മയിൽ നിന്ന് പുറത്തേക്ക് വന്നു. തൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചൊരു ജോലി അത്രമാത്രമേ ഇപ്പോൾ ചിന്തിക്കുന്നുള്ളൂ. നാളെ തനിക്ക് മുന്നിൽ പുലരുന്ന് അത്ര സുഖകരമല്ലാത്ത ദിവസങ്ങളാണെങ്കിലും പ്രതീക്ഷ കൈവിടാതെ അവളും കണ്ണുകൾ അടച്ചു. ദിവസങ്ങൾ വീണ്ടും കൊഴിഞ്ഞു വീണു. അറിയുന്നവരോടും പരിചയത്തിലുള്ളവരോടുമൊക്കെയായി ജോലി അന്വേഷിച്ച് 2-3 ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തു. എല്ലാവരും വിളിക്കാമെന്ന് മാത്രം പറഞ്ഞു. എൻ്റെ നീലിമേ, ജോലി കിട്ടുമെന്നെന്താ നിന്റെ പ്ലാന്? അല്ലെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ ആരും നമുക്ക് ജോലിയൊന്നും തരില്ല. നീ ഒരു കാര്യം ചെയ്യും, അത്യാവശ്യം നൃത്തമൊക്കെ വശമുണ്ടല്ലോ, ഒരു ചെറിയ ഡാൻസ് ക്ലാസ് തുടങ്ങ്. ചെറിയ കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ജോലി തരപ്പെടും വരെ. ഇന്ന് അമ്മയുടെ സുഹൃത്ത് മല്ലികാൻ്റി പറഞ്ഞിട്ട് പോയതാണ്. നൃത്തമെന്ന് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ആ രൂപം ഓർക്കവേ കണ്ണുകളൊന്ന് ഇറുക്കിയടച്ചവൾ മദ്യലഹരിയിൽ കുഴഞ്ഞാടി തൻ്റെ ശരീരത്തിൽ കൈവച്ച ആ മുഖം ഓർക്കുമ്പോൾ ഒന്ന് വിറച്ചുപോയി. അന്നു മുതൽ താൻ ഉപേക്ഷിച്ചു പോകുന്ന ആ ചിലങ്ക വീണ്ടും എടുത്തണിയാൻ മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിലും മടുപ്പിക്കുന്ന ഒരു വല്ലായ്മയിൽ ഓരോന്നായി പിന്നെയും ഓർമ്മകളിലേക്ക് വരും. 2ാം വർഷം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അവൻ ഹരിശങ്കർ കോളേജിൽ നിന്ന് 2ാം വർഷമായപ്പോഴേക്കും എല്ലാ പരിപാടികളിലും പങ്കെടുത്ത് ഒരു നർത്തകി എന്ന ചെറിയ പേരൊക്കെ നേടിയെടുത്തിരുന്നു. കോളേജിൽ വരുന്ന ആനുവൽ ഡേകളോ ആർട്ട് ഫെസ്റ്റിലേക്കും എന്നെ സംബന്ധിച്ച് നൃത്തത്തോടുള്ള തൻ്റെ അടങ്ങാത്ത അഭിനിവേശം പങ്കുവെക്കാനുള്ള അവസരങ്ങളായിരുന്നു. അന്നത്തെ ആനുവൽ ഡേ രാത്രി വീണ്ടും ഓർത്തപ്പോൾ കൈകൾ അറിയാതെ ആ ചിലങ്കയിലൊന്ന് മുറുകിപ്പോയി. നീരി, നെക്സ്റ്റ് ജൂനിയേഴ്സിനായിട്ട് പ്രോഗ്രാം കഴിയാൻ നീയാട്ടോ. പുറത്തുനിന്ന് അനൗൺസ് കേട്ടതും ചെയ്തിരുന്ന ലാസ്റ്റ് ടച്ചപ്പും പൂർത്തിയാക്കി എണീറ്റെന്ന് കൂട്ടുകാരി ആരതി. അപ്പോഴാണ് ബാഗിൽ നിന്ന് ഫോൺ വിളിച്ച്, ഇന്നാടി വീട്ടിൽ നിന്ന് ഇരുവാ, നിന്റെ പ്രോഗ്രാമിൻ്റെ വീഡിയോ എടുക്കാൻ ഉറപ്പിക്കായിരിക്കും. പെണ്ണെന്നില്ല എന്നോട് പ്രത്യേകം പറഞ്ഞാ. എന്നാലും നീ സംസാരിച്ചിട്ട് വാ, ഞാൻ സ്റ്റേജിന് മുന്നിൽ കാണും. ഇനി ലേറ്റായാലേ തിരക്കാരൻ നിന്റെ പരിപാടിയുടെ ക്ലിപ്പ് എടുക്കാൻ പറ്റില്ല. നീ സ്റ്റേജിൻ്റെ ബാക്കിലോട്ട് പോയിക്കോ. ഓക്കെ ഡി, നീ വിട്ടോ, ഞാൻ പോയി പ്രസൻറ്റ് ചെയ്യട്ടെ. ഓൾ ദി ബെസ്റ്റ്. തോളിൽ തട്ടിക്കൊണ്ട് ആരതി പറഞ്ഞു. അമ്മയോട് നീരുവിനോട് സംസാരിച്ചുകൊണ്ട് സ്റ്റേജിൻ്റെ പിന്നിലേക്ക് നടക്കുമ്പോഴാണ് തൊട്ടടുത്ത ക്ലാസ് റൂമിൽ തന്നെ മുന്നിലേക്ക് 2 ആളുകൾ വന്നു നിന്നത്. ഹരിശങ്കറും കിഷോറും. എല്ലാവിധ അലമ്പിനും അടിപിടിക്കും പേരിട്ട സീനിയേഴ്സിലെ ചട്ടമ്പി പയ്യന്മാർ. നഗരത്തിലെ തന്നെ പ്രശസ്തമായ ജ്വല്ലറി ഷോപ്പ് ഉടമയാണ് ഹരിശങ്കറിൻ്റെ അച്ഛൻ. അവനോളമില്ലെങ്കിലും കിഷോറിൻ്റെ പിതാവിന് കോളേജിൽ നല്ല പിടിപാടാണ്. കോളേജിൽ നടക്കുന്ന ഏത് അടിപിടി കേസിലും മുൻപന്തിലായിരിക്കും ഇവർ 2 പേരും. 2 നന്നായിട്ട് മദ്യപിച്ചിരുന്നുവെന്ന് നിലത്തുറക്കാത്ത ശരീരത്തിൽ നിന്നും ചുവന്ന് കലങ്ങിയ കണ്ണിൽ നിന്നും ചെറുതായെന്ന് സംശയിച്ചു പോയി അവൾ. അതുകൊണ്ട് തന്നെയാണ് അവരെയും കടന്ന് വേഗത്തിൽ മുന്നോട്ട് നടക്കാൻ ആഞ്ഞത്. പക്ഷെ അപ്പോഴേക്കും ഒരു കൈ കൊണ്ട് അവനെന്നെ തടഞ്ഞിരുന്നു. എന്താ മോളെ, ചേട്ടനിവിടെ നിൽക്കുന്നതൊന്നും കണ്ടില്ലേ?
ഞങ്ങളെ മൈൻഡ് ചെയ്യാൻ നീ ഇത് എവിടെ പോവാ? ഞങ്ങളെയൊന്നും കണ്ണാണത് നീ ആരാടി? ദേവലോകത്തുനിന്ന് വന്ന ഉർവശിയോ? അതോ രമ്പയോ? താടി ഒഴിഞ്ഞുകൊണ്ട് ഹരിശങ്കർ പറയുമ്പോൾ തന്നെ അതിലൊരു കുഴച്ചിലുണ്ട്. അപ്പുറത്തെ സ്റ്റേജിൽ ആൺകുട്ടികളുടെ ഫ്യൂഷൻ ഡാൻസ് നടക്കുന്നതിനാൽ ഊഫറിൽ നിന്ന് കാതടിപ്പിക്കുന്ന ശബ്ദവും സ്റ്റേജിലെ കരഘോഷങ്ങളും ആർപ്പുവിളികളും എല്ലാം ഇങ്ങോട്ടേക്ക് കേൾക്കുന്നുണ്ട്. പക്ഷേ ചുറ്റുമൊന്നും ഒരാളുമില്ല. ഉള്ളവരോ ഗ്രീൻ റൂമിൽ മേക്കപ്പിലാണ്. വീട് എനിക്ക് പോണം, അവൻ തടഞ്ഞു വെച്ച കയ്യിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അങ്ങനെ അങ്ങ് പോയാലോ? ഇത്രയും കിട്ടിയൊരുങ്ങി പോവല്ലേ? എൻ്റെ മുമ്പിലൊന്ന് ആടിയിട്ട് പോയാൽ മതി. മധ്യലഹരിയിൽ അവൻ പറയുന്ന കേട്ടപ്പോൾ പേടിയോടെ ചുറ്റുമൊന്ന് നോക്കി. വിട്, എനിക്ക് പോണം, അവൻ പിടിച്ച കയ്യിൽ നോക്കിക്കൊണ്ട് കണ്ണീരോടെ പറഞ്ഞവൾ. വീടാടി, നീ അവിടാണ് നാട്ടം. എൻ്റെ മുമ്പിലൊന്ന് ആടിയിലെന്താടി നിനക്ക്? എന്നെ വീട് പ്ലീസ്, എനിക്ക് പോണം. വീടാം, എന്നാൽ ഞാൻ പറഞ്ഞ കാര്യം ആദ്യം മോൾ ചെയ്യുക. വാ. പേടിയോടെ ചുറ്റും നോക്കിയവൾ. എവിടെ ആടി എന്നും പറഞ്ഞ് അവൻ അവളെ കൊണ്ട് ക്ലാസ് റൂമിലേക്ക് കയറി. രാഗീഷോറെ, നീ അവിടെ നിന്നോ, ഞാനിവളെ ശരിക്കൊന്ന് കാണട്ടെ. എൻ്റെ മുന്നിലൊന്ന് തുള്ളിയിട്ട് പോയാൽ മതി നീ. കുഴഞ്ഞാടിയുള്ളവന്റെ സംസാരത്തിന് ഹരിശങ്കർ ചിരിച്ചുകൊണ്ട് തലയാട്ടി. എന്താടേ, നിനക്ക് ഞാൻ പറഞ്ഞ അനുസരിക്കാൻ വയ്യേ? ചുമനോട് ചാരിന്ന് കരയുന്ന അവളുടെ അടുത്തേക്കൊന്ന് നടന്നു വന്നു അവൻ. മുഖമാകെയുള്ള മേക്കപ്പും വാരിട്ടെഴുതിയ കണ്ണും നെറ്റിയിലായുള്ള വലിയ പൊട്ടും. അവൻ കുറച്ചുനേരം അവളെ നോക്കി നിന്നു. ചുമരിൽ 2 കൈയും കുത്തിയേൽക്കുന്ന അവനിൽ നിന്ന് വമിക്കുന്ന മദ്യത്തിന്റെ ഗന്ധം അവളിലായി പതിച്ചതും ഒരാന്തലോട് അവരെ ഒന്ന് തള്ളി മാറ്റിയവൾ. പേടിച്ചരണ്ട് വാതിലിനടുത്തേക്ക് ഓടാനാഞ്ഞ അവളെ 2 കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ചു അവൻ. കയ്യിൽ കിടന്ന് കുതിരിപ്പിടഞ്ഞ അവളുടെ തള്ളിൽ പിന്നോട്ടൊന്ന് വേച്ചു പോയി ഹരിശങ്കർ. അവളുടെ ഡ്രസ്സിലായി പിടിമുറുക്കിയതും അവന്റെ ആ പ്രവൃത്തിയിൽ പലയിടത്തും പിൻ ചെയ്തു വെച്ചിരിക്കുന്ന അവളുടെ ഡ്രസ്സിന്റെ പിന്ന് പൊട്ടി. തോളും പിൻകഴുത്തുമായി താഴോട്ട് കീറിപ്പോയി. അവളിട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ പിൻഭാഗം കീറിയതായി കണ്ടതും എന്തോ ഒരു പ്രേരണയിൽ അവളിൽ നിന്നുള്ള കൈവിട്ടു ഹരിശങ്കർ. എന്നാൽ മദ്യം നൽകിയ പെരുപ്പിൽ പുറത്തൊന്നും അറിയാതെ തൊട്ടടുത്ത ക്ലാസ് റൂമിൽ സുഖമായി ഉറങ്ങിയായിരുന്നു കിഷോർ. അതേസമയം തന്നെയാണ് നെക്സ്റ്റ് പ്രോഗ്രാമിന് നീലിമയുടെ പേര് വിളിച്ചിട്ട് അവളെ കാണാതെ വന്നപ്പോൾ ഓടിക്കുന്ന ചാരതിയും വേറെ 2 കൂട്ടുകാർ അങ്ങോട്ട് എത്തിയത്. കീറിപ്പറിഞ്ഞ തന്റെ ഡ്രസ്സും കൂട്ടിപ്പിടിച്ച് ക്ലാസ് റൂമിൽ നിന്നിറങ്ങി ഓടിയ നീലിമ അവരുടെ മുന്നിലേക്ക് വന്ന് നിന്നു. എന്ന വിളിയുമായി ഉറക്കാത്ത കാലുകളുമായി അവനും. നീലി, എന്താടി? ആരതി ഓടി വന്ന് അവളെ കൂട്ടിപ്പിടിച്ചു. മുഖമാകെ ഒളിച്ചിറങ്ങുന്ന മേക്കപ്പും കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അവൾ ആരതിയെ കെട്ടിപ്പിടിച്ചു. പിന്നെ ഒരു പേടിയോടെ തന്നെ പുറകിലേക്ക് നോക്കി. അന്നേരം തന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തി സ്റ്റാഫ് റൂമിലേക്ക് ഓടിയിട്ടുണ്ടായിരുന്നു. പുറകിലായി വേയിച്ചു വരുന്ന ഹരിശങ്കറിനെ കണ്ടതും എന്താണ് നടന്നതെന്ന് ആരതിക്കൊരു ഊഹമുണ്ടായി. എന്നാൽ അവൻ അവരെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചുണ്ടുകൂട്ടിക്കൊണ്ട് കിഷോറിനായി തിരയുകയായിരുന്നു. കിഷോറെ, എവിടെയാണ് ആ കോപ്പ? നീ കുഴഞ്ഞു തുടങ്ങിയ ശബ്ദത്തോടെ ചുറ്റും നോക്കി അവൻ ക്ലാസ് റൂമിൽ ബെഞ്ചിലായി കിടന്നുറങ്ങുന്ന കിഷോറിനെ കണ്ടതും അവന് അങ്ങോട്ടേക്ക് കയറി. ഈ സമയം സ്റ്റാഫ് റൂമിൽ നിന്ന് 2 സാറുമാരും പ്രിൻസിപ്പളും ഓടിക്കിതച്ച് അങ്ങോട്ടേക്ക് എത്തി. കുറച്ച് കുട്ടികളും ചുറ്റുവട്ടം കെട്ടാൻ ഒരുങ്ങവേ പ്രിൻസിപ്പൽ തന്നെ ശബ്ദമുയർത്തി എല്ലാവരെയും പറഞ്ഞു വിട്ടു. പേടിയോടെ അവൾ വിക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞതും പ്രിൻസിപ്പൽ റൂമിൽ കിടക്കുന്ന അവന്മാരെയൊന്ന് നോക്കി. അപ്പോഴേക്ക് അവളുടെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്തതായി അറിയിപ്പ് വന്നു. കുട്ടികൾ വീണ്ടും ചുറ്റുവട്ടം കൂടാൻ ഒരുങ്ങവേ പ്രിൻസിപ്പൾ ഒച്ചയെടുത്തു. നീലിമ, നോക്ക്, ഈ ഒരു പ്രശ്നം ഇപ്പോൾ വളരെ ചുരുക്കം പേര് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അവന്മാർക്ക് ഈ കോളേജിലുള്ള പിടിപാടും സ്വാധീനവും നിങ്ങളെക്കാൾ നന്നായിട്ട് അറിയുന്നവനാണ് ഞാൻ. നമുക്കിതിവിടെ വെച്ച് മറക്കാം. ഇനി ഈ അവസ്ഥയിൽ ഇവന്മാരുടെ എന്ത് പറഞ്ഞും കാര്യമില്ല. ഞാൻ നാളെ സംസാരിച്ചോളാം. നിനക്ക് സുഖമില്ലാത്തതുകൊണ്ടാണ് പ്രോഗ്രാം ക്യാൻസൽ ആയതെന്നാണ് എല്ലാവരോടും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആരുതി, ഇനി നമ്മളല്ലാതെ ഇനി ആരും ഇതറിയരുത്. അണ്ടർസ്റ്റാൻഡ്? അത്രയും പറഞ്ഞ് വിതുമ്പിൽക്കുന്ന എൻ്റെ അടുത്തേക്ക് വന്നു സാറ്. നീലിമ, നിന്നോടുള്ള കരുതൽ കൊണ്ട് പറയുകയാണ്. അരുതാത്തൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. അവന്മാർക്കെതിരെ നീ എന്ത് പരാതി കൊടുത്താലും അത് ഇങ്ങും എത്തില്ല. പകരം നിന്റെ ഭാവിയിൽ ഇതൊരു ബ്ലാക്ക് മാർക്കാവും. പിന്നെ അല്ലറ ചില്ലറ അടിയും വഴക്കൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ അറിവിൽ അവന്മാരത്ര പ്രശ്നക്കാരൊന്നുമല്ല, പ്രത്യേകിച്ചും ഹരിശങ്കർ. പിന്നെ അവനുണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും അവൻ്റേതായിട്ടുള്ളൊരു ന്യായം ഉണ്ടായിരിക്കും. പഠനത്തിൽ അവൻ്റേതായിട്ടുള്ളൊരു നിലവാരമുണ്ട് അവന്. പിന്നെ ഇന്ന് ഈ കോളേജിലെ ആനുവൽ ഡേയിൽ ആരൊക്കെ വരുന്നു പോകുന്നു, എന്ത് ചെയ്യുന്നു, അവനെങ്ങനെ മദ്യപിച്ചു, ഇതിനൊന്നും എനിക്ക് ഉത്തരവില്ല. കാരണം ഇന്നത്തെ ദിവസം എല്ലാ കലാലയങ്ങളെ പോലെയും ഇതെൻ്റെ കയ്യിൽ ഒതുങ്ങില്ല. ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കുക. നീ ഇപ്പോൾ വീട്ടിൽ പോ. നാളെ ഞാൻ സംസാരിച്ചോളാം അവന്മാരോട്. അതും പറഞ്ഞ് തന്നെ തോളിലും തട്ടി. അപ്പോഴും തൊട്ടടുത്ത ക്ലാസ് റൂമിൽ മദ്യലഹരിയിൽ എന്തൊക്കെയോ പറഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു ഹരിശങ്കറും കിഷോറും. പിന്നെയൊന്നും പറയാനില്ലാതെ അവൻ ഗ്രീൻ റൂമിൽ കയറി ഡ്രസ്സ് മാറി. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ആരതിയോടൊപ്പം വീട്ടിലേക്ക് ബസ് കയറി. ഒന്നും സംഭവിക്കാത്ത പോലെ തന്നെയാണ് വീട്ടിലെത്തിയത്. അച്ഛനെയും അമ്മയും ഒന്നും അറിയിക്കേണ്ടെന്ന് തന്നെയായിരുന്നു മനസ്സിൽ. താനങ്ങ് എത്തിയപ്പോഴേക്കും
നീരു കിടന്നുറങ്ങിയിരുന്നു. പ്രോഗ്രാം ചെയ്യാനാവാത്തതിന്റെ കാരണം തലവേദനയാണെന്ന് അമ്മ ഒരു വിധത്തിലാണ് പറഞ്ഞു ബോധ്യപ്പെടുത്തിയത്. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന അച്ഛൻ അപ്പോൾ മൗനത്തിലായിരുന്നു. അത്താഴമൊക്കെ കഴിഞ്ഞ് ഇറയത്ത് കോലായിലെ തൂണിലേക്ക് തലചാരി വെച്ച് അങ്ങനെ ഇരുന്നു. മേലെ മാനത്ത് നിലാചന്ദ്രൻ മങ്ങാൻ മടിച്ചങ്ങനെ. അമ്മ അടുക്കളയിൽ നാളേക്കുള്ള അരി അരയ്ക്കുന്ന തിരക്കിലാണ്. മാസങ്ങളായുള്ള തന്റെ പരിശ്രമമാണ് ഈ ഒരൊറ്റ നിമിഷം ഇല്ലാതായി തീർന്നത്. ഓർമ്മയിൽ ഹരിശങ്കറിന്റെ മുഖം തെളിഞ്ഞപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി തുടങ്ങി. മോളെ നീലി, എന്താടാ? എന്തുപറ്റി? ശരിക്കും തലവേദനയായിരുന്നു എൻ്റെ കുട്ടിക്ക്. അവളെ പറ്റിക്കുമ്പോൾ എന്നെ പറ്റിക്കാറില്ലല്ലോ സാധാരണ നീ. ഇന്ന് എന്തുപറ്റി? എന്താ ഉണ്ടായതെന്ന് അച്ഛനോട് പറ. ഒരു ചെറിയ ചിരിയോടെ എന്നെ നോക്കി ചോദിക്കുകയാണ്. എന്തിനും ഏതിനും സമാധാനത്തിന്റെ വാക്കുകൾ മാത്രം പറയുന്ന ഈ സൗഹൃദത്തിന് മുമ്പിൽ അല്ലെങ്കിൽ ഒന്നും മറച്ച് പിടിക്കാറില്ലല്ലോ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഒരു സാധാരണക്കാരന്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചുകൊണ്ടാവണം, അല്ലെങ്കിൽ സ്വന്തം മകളുടെ ഭാവിയെ ഓർത്തിട്ടാവണം അച്ഛൻ കൂടുതലൊന്നും പറഞ്ഞില്ല. കൂടുതൽ പ്രശ്നമാക്കിയാൽ അത് തന്നെ മകളുടെ ഭാവിയിൽ തന്നെയാണ് കരട് വീഴ്ത്തുക എന്ന് അദ്ദേഹം ഓർത്തിട്ടുണ്ടാവും. സാരില്ല അച്ഛ, കൂടുതലൊന്നും സംഭവിച്ചില്ലല്ലോ. പിന്നെ അവരൊക്കെ പണക്കൊഴുപ്പിൽ അഹങ്കാരത്തിന് ജീവിക്കുന്നവരാ. അവരോടൊക്കെ ഏറ്റുമുട്ടാൻ നിന്നാൽ നമ്മൾ തളരുകയുള്ളൂ. അവളൊരു നെടുവീർപ്പോടെ അച്ഛനെ സമാധാനിപ്പിച്ചു. പിറ്റേന്ന് അച്ഛനും കൂടെ വരാമെന്ന് പറഞ്ഞതാണ്. വേണ്ടെന്ന് ഞാൻ തന്നെ നിർബന്ധിച്ച് അച്ഛനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു. കോളേജിലേക്ക് എത്തിയപ്പോഴേ കണ്ടു ചില കുട്ടികളുടെ അസഹനീയമായ നോട്ടവും അടക്കം പറച്ചിലുമെല്ലാം. ചിലരെല്ലാം നേരിട്ട് തന്നെ ചോദിച്ചു തന്നെ ആരൊക്കെയോ ചേർന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ആകെ ഒരു അഭ്യൂഹം പരന്നിട്ടുണ്ടായിരുന്നു ചിലർക്കിടയിലെങ്കിലും. അന്ന് ഉച്ച കഴിഞ്ഞിട്ടാണ് പ്രിൻസിപ്പൾ ഓഫീസിലേക്ക് വിളിപ്പിച്ചത്. ഒരു സൈഡിലായി ഹരിശങ്കറും കിഷോറും നിൽക്കുന്നുണ്ടായിരുന്നു. ലുക്ക് നീലിമ, ഞാൻ ഇവരോട് സംസാരിച്ചു. പുറത്തുനിന്നുള്ള കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഒപ്പം കൂടിയിട്ടാണ് അവരൊന്ന് കുടിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതിലിവർക്ക് നല്ല കുറ്റബോധമുണ്ട്. പ്രിൻസി പറയുന്നുണ്ടെങ്കിലും അവൾ ആരെയും നോക്കിയില്ല. സോറി നീലിമ. കിഷോറാണ്. ഇറ്റ്സ് ഓക്കെ സർ, എനിക്ക് പരാതിയൊന്നുമില്ല. അല്ലെങ്കിൽ എന്നെപ്പോലെ സാധാരണ കുടുംബത്തിൽ വന്ന ഒരു കുട്ടിക്ക് ഇവിടെ പരാതിപ്പെടാൻ അർഹതയില്ല. അതിനുദാഹരണമല്ലേ സാറിൻ്റെ ഇപ്പോഴുള്ള ഈ നിസ്സഹായാവസ്ഥയും. ഞാൻ എൻ്റെ ജീവനെ പോലെ തന്നെ ഇഷ്ടപ്പെട്ടിരുന്നു ഈ ഡാൻസും ചിലങ്കിയും എല്ലാം. പക്ഷേ ആ രാത്രി ഞാൻ വളരെയധികം പേടിച്ചു പോയി സർ. അറിയാതെ പോലും ഞാൻ ഇവരാർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. എന്നിട്ട് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി കഴിഞ്ഞ 3 മാസമായി ഊണ് ഉറക്കമൊഴിച്ചുള്ള പരിശ്രമത്തിലായിരുന്നു. അതെല്ലാം ഞാൻ ആരോടാ പറയുക? കോളേജ് മൊത്തം അറിഞ്ഞിട്ടില്ലെങ്കിലും ചിലർക്കൊക്കെ അറിയാം അന്ന് എനിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ ഇവരാണ് അതിൻ്റെ കാരണക്കാരെന്ന് ആരും പറയാനിടയില്ല. അല്ലെങ്കിൽ ഇവരെ ഭയപ്പെട്ട് ആരും ഒന്നും പറയില്ല. ഞാൻ മാത്രം എല്ലാവരിൽ നിന്ന് ഒളിച്ചോടേണ്ടി വരുന്നു. ഞാൻ മാത്രം എല്ലാവരുടെയും സഹതാപം നിറഞ്ഞ നോട്ട് ഏറ്റു. സാറില്ല സാർ, എനിക്കിവിടെ ആരോടും പരാതിയില്ല. ഞാൻ ഇനി കോളേജിൽ ചിലങ്കി അണിയില്ല. അത്രമേൽ എൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയി. എനിക്ക് പേടിയായവരൊക്കെ. എനിക്കൊരു അപേക്ഷയുണ്ട് സാർ. പണത്തിൻ്റെ കൊഴുപ്പുകൊണ്ട് അഹങ്കാരം കൊണ്ടും ഇനി ഇതുപോലെ ഒരുപാട് പേരുടെ കഠിനാധ്വാനം സ്വപ്നങ്ങളൊന്നും തകർക്കരുത് പ്ലീസ്. അത്രയും പറഞ്ഞ് അന്ന് ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാണ്. പിന്നെ ഈ 2-3 ദിവസം എല്ലാവരുടെയും കുത്തിയുള്ള ചോദ്യങ്ങളും നോട്ടങ്ങളും നേരിടേണ്ടി വന്നു. പുറമേ താൻ നല്ല ബോൾഡായി നിന്നുകൊണ്ടാവാം ആരും കൂടുതൽ ചികഞ്ഞു വരാൻ നിന്നില്ല. പതിയെ എല്ലാവരും അത് മറന്ന് വേറെ ഗോസിപ്പുകളിലേക്ക് പോയി. അങ്ങനെ അടുത്ത ആഴ്ച ക്ലാസ് കഴിഞ്ഞ് ബസ് കാത്ത് നിൽക്കുകയായിരുന്നു. ആരതി ലീവായിരുന്നതിനാൽ താൻ ഒറ്റക്കായിരുന്നു. അന്നേരമാണ് ഒരു ബുള്ളറ്റ് തന്റെ മുമ്പിൽ ബ്രേക്ക് ഇട്ട് നിർത്തിയത്. തലചരിച്ച് നോക്കിയപ്പോൾ തന്റെ മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ട് ആദ്യം നോക്കിയത് തനിക്ക് ചുറ്റിലേക്കുമാണ്. ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് വെപ്രാളത്തോടെ ചുറ്റും നോക്കുന്ന തന്നെ കണ്ടിട്ടാണോ അവൻ പറഞ്ഞു. ഏയ് നീലിമ, പേടിക്കണ്ട, ഇവിടെ കോളേജിൽ ആരുമില്ല. തന്നെ കണ്ട ഒരു സോറി പറയാനാ ഞാനിപ്പോൾ വന്ന്. തന്നോടൊരു സോറി പറയാൻ എനിക്ക് കോളേജിൽ നിന്ന് കഴിയാഞ്ഞിട്ടൊന്നുമില്ല. എല്ലാവരും മറന്നു തുടങ്ങിയൊരു പ്രശ്നം ഇനി ഞാനായിട്ട് വീണ്ടും കുത്തിപ്പൊക്കേണ്ടെന്ന് തോന്നി. അന്ന് കോളേജ് പ്രോഗ്രാം കാണാൻ പുറത്തുനിന്ന് വന്ന ഞങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അവരുടെ കൂടെ കൂടിയപ്പോൾ ഞാൻ കുറച്ച് ഓവറായിപ്പോയി. അതായി ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. സോറി. അവളൊന്നും മിണ്ടാതെ എല്ലാം കേട്ടിരുന്നു. കഴിഞ്ഞോ നിങ്ങളുടെ ക്ഷമാപണം? അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി. എത്ര വേഗം നിങ്ങളൊരു സോറി പറഞ്ഞ് നിങ്ങളുടെ ഭാഗം ക്ലിയറാക്കി. പക്ഷെ അന്ന് രാത്രി എനിക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്കറിയോ? കുറേ കാലമായി ഞാൻ കണ്ട സ്വപ്നം, രാവും പകലും ഇല്ലാത്ത എൻ്റെ പരിശ്രമം, പിന്നെ കോളേജിൽ ഒരുത്തൻ്റെ കൈ പതിഞ്ഞവിടുന്ന പ്രശസ്തി. അത് നിങ്ങളാണെന്നൊരു പരസ്യമായിട്ടുള്ള രഹസ്യ. പക്ഷെ നിങ്ങളെ ഭയന്ന് ആരൊന്നും പറയില്ല. എൻ്റെ മേൽ വീണ കറയൊന്നും അത്ര എളുപ്പം മാഞ്ഞു പോവുകയുമില്ല. പ്ലീസ്, ഇനി എൻ്റെ പുറകെ വരില്ലേ? ഇതിൽ നിന്നൊക്കെ ഞാനൊരു വിധം കരകയറി വരികയാണ്. പ്ലീസ് ലീവ് മീ. അത്രയും പറഞ്ഞ് ദൂരെ നിന്ന് വരുന്ന ബസ്സിൽ കയറാനായി റോഡിലേക്കൊന്ന് കയറി നിന്നവൾ. പിന്നീട് മറുത്തൊന്നും പറയാനോ മിണ്ടാനോ ഇല്ലാതെ വണ്ടി മുന്നോട്ടെടുത്ത് പോയവൻ. എല്ലാം പയ്യെ ആറി തണുത്തു. വീണ്ടും പഠിത്തത്തിലേക്ക് 100% ശ്രദ്ധ കൊടുത്തു. ഹരിശങ്കറിനെയും കിഷോറിനെയും പിന്നെ അങ്ങനെയൊന്നും കാണാറില്ല, അല്ലെങ്കിൽ കാണാൻ ഇടം കൊടുത്തില്ല. ഡിഗ്രി 3ാം വർഷം തുടങ്ങിയത് വളരെ പെട്ടെന്നായിരുന്നു. എല്ലാ സങ്കടങ്ങളും മാറ്റിവെച്ച് അത്യാവശ്യം അടിച്ചു പൊളിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. അപ്പോഴേക്കും ഹരിശങ്കറും ഗ്യാങ് അവരുടെ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയിരുന്നു. ഡിഗ്രി അവസാന വർഷം ആദ്യ 2 മാസം കഴിഞ്ഞാണ് അച്ഛൻ്റെ മരണം. പിന്നെ ആകെ അവതാളത്തിലായി പഠിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ. അമ്മയ്ക്ക് കൂടി അസുഖമായപ്പോൾ വീണ്ടും തോറ്റുപോയി.
അപ്പോഴേക്ക് മനസ്സിൽ എങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ വർഷം കൂടി നേടിയെടുത്ത ഡിഗ്രി പൂർത്തിയാക്കണമെന്നായിരുന്നു. അതിനുവേണ്ടി തന്നെ കുറച്ചൊക്കെ വീട്ടിൽ നിന്നും ഇടയ്ക്കൊക്കെ കോളേജിൽ പോയി ആരതിൽ നിന്ന് നോട്ട്സ് എഴുതിയുമൊക്കെ പഠനം മുടക്കാതെ മുന്നോട്ട് പോയി. ഇതിനിടയിൽ കോളേജിൽ വീണ്ടും 2 തവണ ആർട്സ് വന്നുപോയി. 2 തവണയും ചിലങ്ക കെട്ടാൻ എല്ലാവരും പറഞ്ഞു. പക്ഷേ അപ്പോഴേക്ക് ആദ്യമെത്തുന്ന മുഖം അവൻ്റേതായിരുന്നു. അന്നത്തെ പോലെ പേടിയൊന്നും തോന്നുന്നില്ല. എന്നാലും നൃത്തത്തിന്റെ കാര്യം വരുമ്പോഴേക്കും ആ മുഖം മനസ്സിലൊരു വിങ്ങൽ തീർത്തു. ഒരിക്കൽ ബസ് കാത്തു നിൽക്കുമ്പോൾ തന്നോട് വന്ന് സോറി പറഞ്ഞ ആ മുഖവും ചിലപ്പോൾ ഓർമ്മയിൽ വരാറുണ്ട്. ആ സംഭവങ്ങളും അച്ഛൻ്റെ മരണവും അമ്മയുടെ വയ്യായികയുമെല്ലാം മാനസികമായി ഞാനും ചടച്ചു. ഒരിക്കൽ വീട്ടിലായിരുന്നപ്പോൾ പ്രിൻസിപ്പളും വിളിച്ചിരുന്നു. അദ്ദേഹം ഒരുപാട് നിർബന്ധിച്ചു. കഴിഞ്ഞുപോയ ആ പ്രശ്നത്തിന്റെ പേരിലാണോ ഇനി എല്ലാ വേദികളിൽ നിന്ന് ഇങ്ങനെ ഒരു ഒളിച്ചോട്ടമെന്ന് അദ്ദേഹം ചോദിച്ചതാണ്. ആ കോളേജിൽ ഇനി എനിക്കൊരു ധൈര്യമില്ല സാർ. എൻ്റെ ചൂടുകൾ തെറ്റിപ്പോകുമെന്ന് വരെ എനിക്കിപ്പോൾ പേടിയാണ്. അന്നൊക്കെ ഇതിനെയൊക്കെ താങ്ങാൻ എൻ്റെ അച്ഛനുണ്ടായിരുന്നു. ഇന്ന് എനിക്ക് ആരുമില്ല. എൻ്റെ അമ്മയ്ക്കും അനിയത്തിക്കും ഞാൻ മാത്രമേ ഉള്ളൂ. ആ ക്യാമ്പസിൽ ഡിഗ്രി എങ്ങനെയെങ്കിലും പൂർത്തിയാക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് സാർ എന്നെ നിർബന്ധിക്കരുത്. പിന്നെയും വസന്തങ്ങളും ആഘോഷങ്ങളുമെല്ലാം അതിൻ്റെതായ രീതിയിൽ കഴിഞ്ഞുപോയി. താൻ മാത്രം അച്ഛനില്ലാതെ കുടുംബ പ്രാരാബ്ദങ്ങൾക്കിടയിലേക്ക് ജീവിതം വഴിതിരിച്ചു വിട്ടു. തികട്ടി വന്ന ഓർമ്മകളെല്ലാം വീണ്ടും ചില്ലുകൂട്ടിലടച്ച് കയ്യിൽ പിടിച്ച ആ ചിലങ്ക അലമാരയിലേക്ക് വെച്ചൊന്ന് നിശ്വസിച്ചു നീലിമ. ചേച്ചി, മല്ലികാന്റി വന്നിട്ടുണ്ട്. കൂടെ ആരുണ്ട്? ചേച്ചി ഒന്ന് വന്നേ. നീരുവാണ്. ഓർമ്മകളിൽ നിന്ന് എഴുന്നേറ്റ് അലമാര വലിച്ചടച്ച് ഉമ്മറത്തേക്ക് നടന്നു അവൾ. അമ്മയുടെയും മല്ലികാന്റിയുടെയും സംസാരം കേൾക്കുന്നുണ്ട്. ഉമ്മറത്ത് കസേരയിൽ ഇരിക്കുന്നു തൻ്റെ അമ്മയോളം പ്രായം വരുന്ന ഒരു സ്ത്രീ. ഭംഗിയായി ഉടുത്ത സാരിയും മുടിയൊന്നാകെ പിന്നിലേക്ക് വട്ടത്തിൽ കെട്ടിവെച്ചിരിക്കുന്നു. നെറ്റിയിൽ ആ കറുത്ത വലിയ പൊട്ടും അവരിൽ ഐശ്വര്യവും പ്രൗഢിയും എടുത്ത് കാണിക്കുന്നുണ്ട്. ആ വന്നല്ലോ നീലിമോള്. മല്ലികാന്റി അവളെ കണ്ടപ്പോൾ ചിരിയോടെ പറഞ്ഞു. ആളെ അറിയില്ലെങ്കിലും മുമ്പ് കണ്ടിട്ടില്ലെങ്കിലും അവളുടെ മുഖത്തേക്ക് നോക്കി മനോഹരമായി ചിരിച്ചു നീലിമ. മോളെ, ഇത് മഹിമ, എൻ്റെ സുഹൃത്താ. കോളേജിൽ വെച്ച് തുടങ്ങിയ സൗഹൃദം. അന്നത്തെ അത്രയ്ക്കൊന്നും ഇല്ലെങ്കിലും ചെറിയൊരു ബന്ധം ഇപ്പോഴും ഞങ്ങൾ തമ്മിലുണ്ട്. അന്നൊക്കെ ഇവളും നല്ലൊരു നർത്തകി തന്നെയായിരുന്നു, നിന്നെ പോലെ തന്നെ. മല്ലിക അവരെ നോക്കിയൊരു ചെറിയ ചിരിയോടെ പറഞ്ഞു തുടങ്ങി. നീലിമ എന്നാണ് പേരല്ലേ? ഞാൻ ഈ അടുത്ത് കോളേജിലുണ്ടായിരുന്ന മീറ്റിലാണ് മല്ലികയെ കാണുന്നത്. കോളേജ് കാലത്തൊക്കെ നൃത്തം എനിക്കൊരു ഹരമായിരുന്നു. ഏതൊരു സ്റ്റേജിലും ചിലം കെട്ടിയാടുമ്പോൾ വല്ലാത്തൊരു നിർവൃതിയായിരുന്നു. തന്നെ പോലെ തൻ്റെ അമ്മയിൽ നിന്ന് പാരമ്പര്യമായിട്ട് കിട്ടിയൊന്നുമല്ല കേട്ടോ. 10ാം ക്ലാസ് കഴിഞ്ഞ് മുതൽ തുടങ്ങിയൊരു ഇൻട്രസ്റ്റ്. പിന്നെ വീട്ടിൽ പറഞ്ഞ് പഠിക്കാനിറങ്ങി. അങ്ങനെ കോളേജ് കഴിഞ്ഞപ്പോൾ അച്ഛൻ പിടിച്ചങ്ങ് കെട്ടിച്ച്. മുറച്ചെറുക്കം തന്നെയാണ് കക്ഷി. നൃത്തത്തോടുള്ള തൻ്റെ പാഷൻ അവർക്കും അറിയായിരുന്നു. പക്ഷേ ചെന്നൊരു വർഷമായപ്പോഴേക്കും പ്രഗ്നൻ്റായി. ആദ്യ ഡെലിവറി കഴിഞ്ഞിട്ട് ഫസ്റ്റ് പ്രഗ്നൻസിയുടെ ബുദ്ധിമുട്ടുകളൊന്നും മാറിയില്ല. 1-2 വർഷത്തോളം റെസ്റ്റ് വേണ്ടി വന്നു. അപ്പോഴേക്കും ഞാനൊരു അമ്മയായി മാത്രം മാറി തുടങ്ങിയിരുന്നു. ജ്വല്ലറി ബിസിനസ്സുകാരനായ അവൻ്റെ അച്ഛനും അടുത്തിരിക്കാനൊന്നും സമയമുണ്ടായില്ല. പതുക്കെ നൃത്തത്തിൽ നിന്ന് ഞാൻ ഒരുപാട് അകന്നു. മോൻ വന്നൊരു 5-6 വർഷം ആയപ്പോഴേക്കും അപ്രതീക്ഷിതമായിട്ട് മോളും ഉണ്ടായി. പിന്നെ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി വീട്ടിലൊതുങ്ങി. ഇപ്പം അവരൊക്കെ വലുതായി. മകൻ അച്ഛൻ്റെ കൂടെ സ്വർണ്ണ ബിസിനസ്സിലേക്ക് ഇറങ്ങി. ഒരു മോളുണ്ട്, അവൾ +2-ന്. എല്ലാവരും ഓരോരോ വഴിക്ക് പോയപ്പോഴാണ് വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കായത്. അപ്പോൾ ഒരു കൗതുകത്തിന് എന്നിലെ പഴയ പാഷൻ വീണ്ടും പൊടിതട്ടിയെടുത്തു. സപ്പോർട്ടായിട്ട് മക്കളും കൂടെ കൂടി. പിന്നെ അങ്ങോട്ട് 2 വർഷം നല്ല പരിശീലനത്തിലായിരുന്നു. കഴിഞ്ഞ വർഷം മുതൽ ചെറിയൊരു ക്ലാസ് തുടങ്ങി, ധ്വനി എന്ന പേരിൽ. ചെറിയ കുട്ടികൾക്കായിട്ടുള്ളൊരു നൃത്ത പരിശീലന ക്ലാസ്. പക്ഷേ ഈ വർഷം കുറച്ച് കുട്ടികൾ കൂടി വന്നു. എനിക്കിപ്പോൾ ഒരാളുടെ സഹായം കൂടി വേണമെന്നുണ്ട്. എന്നെപ്പോലെ തന്നെ ഒരു ടീച്ചർ. മല്ലികയെ കണ്ടപ്പോൾ ഇവള് പറഞ്ഞ നീലിമയുടെ കാര്യം. തൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല. നേരിട്ട് കാണാമെന്ന് വെച്ച് അവളുടെ കൂടെ ഇങ്ങോട്ട് പോകുന്നു. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്കൊന്ന് ശ്രമിക്കാം. ഏതിനും ഞാനുണ്ടാവും കൂട്ടായിട്ട്. മഹിമ അത്രയും പറഞ്ഞു നിർത്തിയതും നീലിമ അവളുടെ അമ്മയുടെ മുഖത്തേക്കൊന്ന് നോക്കി. നിറഞ്ഞ ചിരിയാണ് അവിടെ. ഞാൻ വേറൊരു പാഷൻ്റെ പുറത്ത് തുടങ്ങിയതാണത്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന മക്കളിൽ നിന്ന് വലിയ തുകയൊന്നും വാങ്ങാറില്ല. പക്ഷേ എനിക്കിപ്പോൾ ഒരു ജോലി വേണ്ട അത്യാവശ്യമൊക്കെ മല്ലികനോട് പറഞ്ഞു. അതുകൊണ്ട് മടിക്കേണ്ട, നല്ലൊരു ഡാൻസ് ടീച്ചറായിട്ട് എൻ്റെ കൂടെ നിന്നാൽ മതി. മഹിമ ചിരിയോടെ തന്നെ അവളോട് പറഞ്ഞു. അവിടെ വീടിനടുത്ത് തന്നെയുള്ള ഗസ്റ്റ് ഹൗസ് തന്നെയാണ് ക്ലാസ്. ഇതാണ് എൻ്റെ അഡ്രസ്സ്. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് വരൂ. അവരൊരു വിസിറ്റിംഗ് കാർഡ് അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. നീ വരണം, ഞാൻ നിന്നെ പ്രതീക്ഷിക്കും. ചായ എടുക്കാമെന്ന് അമ്മ പറഞ്ഞെങ്കിലും പിന്നെ ഒരിക്കലാവാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ മടങ്ങിയത്. തൻ്റെ ഉള്ളം കയ്യിലിരിക്കുന്ന ആ കാർഡിലേക്ക് നോയിക്കൊണ്ട് ശൂന്യമായ മനസ്സോടെ നെടുവീർപ്പിട്ട് നീലിമ. എന്താ നീലി നിന്റെ തീരുമാനം? ഞാൻ എന്താ ചെയ്യേണ്ട അമ്മേ? ഓളു, ഇതിന് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. ദൈവം ഓരോരുത്തർക്കും എന്തെങ്കിലും ഒരു സിദ്ധി നൽകിയിട്ടുണ്ടാകും. അതിൽ പിടിച്ച് ജീവിതം കരക്കടുപ്പിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇനിയെല്ലാം നിന്റെ തീരുമാനം. പിന്നെ അവൾക്ക് മറ്റൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. പിന്നെ ഈ 2 നാൾ കഴിഞ്ഞുള്ള ആ ദിവസം രാവിലെ മല്ലികാന്റിയെ കൂട്ടിയാണ് അവരുടെ വീട്ടിലേക്ക് അവൾ പോയത്. നഗരത്തിലെ വലിയ തിരക്കുകളിൽ നിന്നും മാറി മനോഹരമായ ഒരു ഇരുനില വീട്. ഭംഗിയായി ഇന്റർലോക്ക് ചെയ്ത മുറ്റവും സൈഡിലായി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന കുഞ്ഞു തോട്ടവും മറ്റൊരു വശത്തായി ഔട്ട് ഹൗസ് പോലെ വീതിയുള്ള ഒരൊറ്റ നില കെട്ടിടവും മരത്തടികൾ കൊണ്ട് മോടി പിടിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിലായി ധ്വനി എന്ന് വലിയ അക്ഷരത്തിൽ കൊത്തിവെച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു വശത്തായി തന്നെ പുറത്തേക്ക് ഒരു ചെറിയ ഗേറ്റുമുണ്ട്.
മുറ്റത്തൂടെ വീടിനടുത്തേക്ക് നടക്കുമ്പോൾ തന്നെ ശുദ്ധമായ ഒരു അന്തരീക്ഷം പോലെ തോന്നിപ്പോയി നീലിമയ്ക്ക്. മല്ലിക ഒരു ചെറുപുഞ്ചിരിയാൽ അവളെയും കൂട്ടി മുന്നോട്ട് നടന്നു. പെട്ടെന്നാണ് ഒരു പെൺകുട്ടി ധൃതി പിടിച്ച് അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നത് കണ്ടത്. അവിടെ ആ വരവ് കണ്ടാൽ അറിയാം വൈകി സ്കൂളിലേക്ക് ഓടുകയാണെന്ന്. ഹായ് മല്ലിക ആൻറ്റി, ഇത് നീലിമ ചേച്ചിയല്ലേ? അമ്മ പറഞ്ഞിരുന്നു. അതിന് നീലിമ ഭംഗിയായിട്ടൊന്ന് പുഞ്ചിരിച്ചു. ഞാൻ കൃഷ്ണ, നിങ്ങളിങ്ങോട്ട് ക്ഷണിച്ച മിസ്സിസ് മഹിമാശങ്കറിന്റെ മോളാ. ആക്ച്വലി ഞാനിപ്പോൾ കുറച്ച് ലേറ്റാ. നമുക്ക് വഴിയെ പരിചയപ്പെടാം. അമ്മ ഔട്ട് ഹൗസിലുണ്ടേ, പിന്നെ കാണാം കേട്ടോ, ബൈ. അതും പറഞ്ഞ ബാഗ് ഒന്നുകൂടി ചുമലിലേക്കിട്ട് ഓടിപ്പോയി അവൾ. പടിക്കലെത്തിയപ്പോഴേക്കും ബസ് വന്ന് നിന്നതിൽ കയറി പോവുകയും ചെയ്തു ആ പെൺകുട്ടി. അമ്മ ഔട്ട് ഹൗസിലാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ രണ്ടാളും അങ്ങോട്ടേക്ക് പോയി. പുറത്തുനിന്നുള്ള കോളിംഗ് ബെൽ വിരലമർത്തിയതും ശബ്ദം കേട്ട് മഹിമ നിറഞ്ഞ ചിരിയോടെ പുറത്തേക്ക് വന്നു. വരൂ വരൂ, ഞാൻ ഇന്നലെ മുതലേ നിങ്ങളെ പ്രതീക്ഷിച്ചിരുന്നു. മല്ലിക കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് വീട് കണ്ടുപിടിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ അല്ലേ? ഇല്ല എന്ന് നീലിമ ഒരു ചെറുപുഞ്ചിരിയോടെ തലയാട്ടി. വലതുകാലം വെച്ച് അകത്തോട്ട് കയറിക്കോളൂ. മഹിമ അവളെ അകത്തോട്ട് ക്ഷണിച്ചു. പിന്നാലെ ചിരിച്ചുകൊണ്ട് മല്ലികയുമുണ്ട്. കൊത്തുപണികൾ കൊണ്ട് മനോഹരമായ അകത്തളത്തിലേക്ക് കയറി അവളുടെ കണ്ണുകളൊന്ന് വിടർന്നു. ശരിക്കും ഒരു നൃത്തകലാലയത്തിന്റെ എല്ലാവിധ സൗകര്യങ്ങളോടെയും എനിക്കെടുത്ത ഭംഗിയുള്ള ഒരു ഹാൾ. കാലിൽ കെട്ടിയ ചിലങ്കി അഴിച്ചുകൊണ്ട് അവരവിടെയുള്ള കസേരയിലേക്ക് ക്ഷണിച്ചു. ആരും വരാനായിട്ടില്ല, എല്ലാവരും എത്തുന്നതിന് മുമ്പ് ഞാനിങ്ങ് കയറും. ആരുമില്ലാതെ നമ്മൾ മാത്രമായ ലോകത്ത് ചൂടുകൾ വെക്കുമ്പോൾ ഒരു ഏകാഗ്രതയൊക്കെ കിട്ടും. ചിലപ്പോൾ ഏട്ടന് വരും എൻ്റെ നൃത്തം കാണാൻ. ഇന്ന് അദ്ദേഹത്തിന് തിരക്കുണ്ടെന്ന് പറഞ്ഞിറങ്ങി. അവരടുത്തുള്ള ആട്ടുകെട്ടിലേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. എനിക്കൊരു മോനും മോളുമാണ്. മോൻ കുറച്ചായിട്ട് സ്റ്റേറ്റ്സിലാണ്, ഒരു ബിസിനസ് ആവശ്യത്തിന് പോയതാ. പിന്നെ മോള് +2 പഠിക്കുക. നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ കണ്ടു കാണും, ചാടിത്തുള്ളി പോകുന്നു. നീലും ഒരു ചെറിയ ചിരിയോടെ എല്ലാം കേട്ടിരുന്നു. ഇവിടെ 3 സെക്ഷനായിട്ടാണ് ക്ലാസ് വെച്ചിട്ടുള്ളത്. കൂടുതൽ കുട്ടികളൊന്നും ഇല്ല കേട്ടോ. രാവിലെ ഒരു 4 പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ ഒതുങ്ങിക്കൂടി പിന്നീട് ബോധോദയം വന്ന് വീണ്ടും തങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് പറക്കാൻ ആഗ്രഹിച്ചവരാവര്. ഉച്ചയ്ക്ക് ശേഷം കുറച്ച് കോളേജ് കുട്ടികൾ, വൈകുന്നേരം ചെറിയ മക്കളാണ്. എല്ലാ സെക്ഷനുകൾക്കിടയിലും നമുക്ക് അത്യാവശ്യമൊക്കെ റെസ്റ്റൊക്കെ കിട്ടും കേട്ടോ. പക്ഷേ വൈകുന്നേരം 6 മണിക്ക് ശേഷം തനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങാവും. ഇവിടെ ഞങ്ങൾ ഡ്രൈവർ തന്നെ നിന്നെ കൊണ്ടുവിട്ടോളൂ. എന്തു പറയുന്നു, ഓക്കെ അല്ലേ? എൻ്റെ കൂടെ കൂടുകയല്ലേ? മഹിമ ചോദിച്ചപ്പോൾ ഒരു ചെറു ചിരിയോടെ മല്ലികയെ നോക്കി. അവരും സന്തോഷത്തോടെ കണ്ണടച്ച് കാണിച്ചു. എന്നാൽ ശരി, എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഞാനിതാ കയ്യോടെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നു. അതും പറഞ്ഞ് മല്ലിക എഴുന്നേറ്റു. ശരി മോളെ. അത്രയും പറഞ്ഞ് അവരും യാത്ര പറഞ്ഞിറങ്ങി. പിന്നെ ഏകദേശം 10 മണിയായപ്പോഴാണ് ആദ്യ സെഷൻ ക്ലാസ് തുടങ്ങിയത്. അതുവരെ അവളെയും കൂട്ടി അവിടെ ചുറ്റുപാടൊക്കെ ഒന്ന് ചുറ്റി കാണിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് സമയം ആദ്യ ചൂടുകളൊക്കെ രണ്ടാളും കൂടി ഒന്ന് ആടി നോക്കി. ക്ലാസ്സിൽ വരുന്നവർക്കെല്ലാം മഹിമ തന്നെയാണ് അവളെ പരിചയപ്പെടുത്തി കൊടുത്തത്. ഉച്ചയ്ക്കുള്ള ഭക്ഷണം വീട്ടിൽ നിന്ന് സർവന്റ് കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ കോളേജിൽ പഠിക്കുന്ന ഒരു 5-6 കുട്ടികളും. അവർ പോയി കഴിഞ്ഞപ്പോൾ വൈകുന്നേരത്തെ ചായയും കുടിച്ച ശേഷമാണ് ചെറിയ കുട്ടികൾക്കുള്ള ക്ലാസ് തുടങ്ങിയത്. വൈകുന്നേരം ഒരു 6 മണിയായപ്പോഴാണ് അന്നത്തെ ക്ലാസ് അവസാനിച്ച്. മണിച്ചേട്ടാ, നീലിമയെന്ന് കൊണ്ടുപോയി വിട്ടേക്കൂട്ടോ. മഹിമ ഡ്രൈവറെ വിളിച്ച് അവളെ വണ്ടിയിൽ കയറ്റി വീട്ടിലേക്ക് വിട്ടു. തിരികെ വീട്ടിലേക്ക് വണ്ടിയിലിരിക്കുമ്പോൾ അവൾ പൂർണ്ണ സന്തോഷവതിയായിരുന്നു. ഇനി ഒരിക്കലും ഇതിലേക്ക് ഒരു തിരിച്ചുവരവില്ലെന്ന് കരുതിയതാണ്. അന്ന് കോളേജിൽ ചൂടുവെക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ യൂണിവേഴ്സിറ്റി സീസോണിലേക്ക് സെലക്ഷൻ കിട്ടുമായിരുന്നു. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ എത്തിപ്പിടിക്കാനാവുമെന്ന് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടതായിരുന്നു. പക്ഷെ ആ നശിച്ച ഒരൊറ്റ രാത്രി തനിക്ക് നഷ്ടപ്പെട്ടത് മുന്നോട്ട് ചൂടുവെക്കാനുള്ള ആത്മവിശ്വാസമായിരുന്നു. പക്ഷേ ഇന്ന് മഹിമ എന്ന സ്ത്രീ തൻ്റെ സ്വപ്നങ്ങൾക്ക് വീണ്ടും പുതുജീവനേകും പോലെ, തൻ്റെ വെറും ഒരു ശമ്പളക്കാരി എന്നതിലുപരി മറ്റെന്തോ ഒരു അടുപ്പം കാണിക്കുന്ന പോലെ. എന്തായാലും മുങ്ങിത്താവനായ എൻ്റെ കുടുംബത്തെ കരകയറ്റാനുള്ള ഒരു കച്ചിത്തുരുമ്പാണിതെന്ന് ഓർത്തുകൊണ്ട് അവൾ വീട്ടിലേക്ക് കയറി. എന്നാൽ തന്റെ പ്രണയത്തിന്റെ ആദ്യപടി വിജയിച്ചതിന്റെ സന്തോഷത്തോടെ അമേരിക്കയുടെ മണ്ണിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവൻ. പിന്നീടുള്ള ദിവസങ്ങളിൽ വളരെ സംതൃപ്തിയോടെയാണ് നീലിമ ധ്വനിയിൽ നിന്നും മടങ്ങാറുള്ളത്. അതിനിടയിൽ തന്നെ അവിടെയുള്ള എല്ലാവരോടുമായി ഒരു നല്ല സൗഹൃദത്തിനും തുടക്കമിട്ടിരുന്നു. മഹിമയെ ആദ്യമൊക്കെ അവൾ മാഡം എന്നായിരുന്നു വിളിച്ചത്. എന്നാൽ ആ വിളി തനിക്ക് വളരെ അരോചകമായി തോന്നുന്നുവെന്നും ഇനി മുതൽ എന്നെ മഹിയമ്മയെന്ന് വിളിച്ചാൽ മതിയെന്നും അവർ തന്നെയാണ് അവളോട് പറഞ്ഞത്. എന്നാൽ നീലിമയ്ക്ക് എന്തോ ഒരു വല്ലായ്മ ഉണ്ടായിരുന്നു അങ്ങനെ വിളിക്കാൻ. കിച്ചു എന്നെ അങ്ങനെയാ വിളിക്കാറ്, എനിക്ക് കിച്ചുവിനെ പോലെ തന്നെയാ നീയും എന്നുള്ള ആ തുറന്നു പറച്ചിലിൽ മറ്റൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് കൃഷ്ണയെ ഓടിയെത്താറുണ്ട് ധ്വനിയിലേക്ക്. ഒരു വായാടിയും അതിലുപരിയേറെ സംസാരപ്രിയമായിരുന്നു അവൾ. ചേച്ചിന്ന് വിളിച്ചുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാം ഒരു ചെറു ചിരിയോടെ കേട്ടിരിക്കാറുണ്ട്. കൃഷ്ണവേണി എന്നായിരുന്നു അവളുടെ പേരെങ്കിലും കിച്ചു എന്നാണ് എല്ലാവരും അവളെ വിളിക്കുന്നത്. തോരാതെയുള്ള അവളുടെ വർത്തമാനങ്ങൾക്കിടയിൽ ചിലപ്പോഴൊക്കെ അവളുടെ ഏട്ടൻ കുട്ടിശങ്കനെ കുറിച്ചും പറയാറുണ്ടായിരുന്നു. വൈകുന്നേരം അവർ അമ്മയും മോളും കുറച്ച് സമയം ഏട്ടനാണെന്ന് പറഞ്ഞ് വീഡിയോ കോളിൽ സംസാരിക്കുന്നതും കണ്ടിട്ടുണ്ട്. എന്നാൽ നീലിം ഇതിലൊന്നും ശ്രദ്ധിക്കാതെ തൻ്റെ ജോലിയിൽ മുഴുകിയിരിക്കും. എന്നാൽ ആ അമ്മയും അനിയത്തിയെന്നും അവളെയും അവളുടെ ചൂടുകളെയും അവനെ കാണിക്കാറുണ്ടെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം 2ാമത്തെ സെക്ഷൻ കഴിഞ്ഞൊന്ന് വിശ്രമിക്കുമ്പോഴാണ് കിച്ചു അവളുടെ അച്ഛനും ധ്വനിയിലേക്ക് വന്നത്. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് നീലിമ അവരെ കാണുന്നത്. ചേച്ചി, ഇതാണ് ഞങ്ങളുടെ ബോസ്, ഈ മഹിമയുടെ പ്രിയ ഭർത്താവ്, സാക്ഷാൽ ശങ്കർ ശിവദാസ്. കിച്ചു ഒരു വെയിറ്റൊക്കെ ഇട്ടുകൊണ്ട് അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അവൾ അയാളെ നോക്കി നിറഞ്ഞ ചിരി സമ്മാനിച്ചു.
നിന്നെ കാണുന്നില്ല, ഒന്ന് പരിചയപ്പെടുന്നില്ല എന്നൊക്കെ ആയിരുന്നു എൻ്റെ പ്രീതമ്മക്ക് എപ്പോഴും പരാതി. എന്തു പറയാൻ, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ പിന്നെ രാത്രി ഞാൻ തിരിച്ചെത്താറ്. ഇന്നെന്തായാലും ആ പരാതി അങ്ങ് തീർന്നു. അദ്ദേഹം മഹിമക്കടുത്തായി വന്നിരുന്നുകൊണ്ട് അവരുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. അവളെല്ലാം കേട്ടു നിന്നല്ലാതെ ഒന്നും പറഞ്ഞില്ല. മോള് നന്നായിട്ട് കളിക്കുന്നുമായി പറഞ്ഞു. നല്ല കഴിവുള്ള കുട്ടിയാ നീ. ഇനി എന്തിൻ്റെ പേരിലായാലും അത് വിട്ടുകളയരുത്. നിങ്ങൾ രണ്ടാളും കൂടി ഒന്ന് ആഞ്ഞ് ശ്രമിക്കുക. ഒരു ചെറിയ അരങ്ങേറ്റത്തിനുള്ള അവസരമൊക്കെ ഞാനും ഒപ്പിക്കാം. അതുവഴി കല്യാണം കഴിഞ്ഞ് മക്കളെ നോക്കി ഞാനിപ്പോൾ ഇങ്ങനെയായെന്ന പരാതിയും എനിക്ക് തീർക്കാലോ. മഹിമയ്ക്ക് നേരെ തിരിഞ്ഞുകൊണ്ടാണ് അയാളത് പറഞ്ഞത്. വേണേട്ടാ, ഇപ്പൊ ഞാനും ആലോചിക്കാറുണ്ട്, ഞങ്ങൾ രണ്ടാളും കൂടി ഒരുപാട് വേദികളിൽ ചിലങ്കാണ് ഇന്ന്, അല്ലേ നീലി? അതിനവൾ ആവേശത്തോടെ തലകുലുക്കി. ആളുകളുടെ മുമ്പിൽ വെച്ചുള്ള അരങ്ങേറ്റം ഒന്ന് മനസ്സിൽ കണ്ടപ്പോൾ തന്നെ അവളുടെ മനസ്സിൽ ഓടിയെത്തിയത് അവന്റെ മുഖമാണ്, ഹരിശങ്കറിന്റെ. ഇപ്പൊ അവിടെയുള്ളവരൊക്കെ അവളെ നീലി എന്നായിരുന്നു വിളിക്കാറ്. ആദ്യം മഹിമ തന്നെയായിരുന്നു അങ്ങനെ വിളിച്ചത്. നിങ്ങൾ രണ്ടും നല്ല ജോഡികളാ, നിങ്ങളെ കണ്ടാലേ അമ്മയും മോളാണെന്നേ തോന്നുന്നു. ചിലപ്പോഴൊക്കെ ചില ചൂടുകൾ ക്യാമറയിൽ പകർത്തുമ്പോൾ കിച്ചു കുറുമ്പോടെ പറയാറുണ്ട്. ദിനം ദിനം അവരുടെയൊക്കെ സ്നേഹവും സൗഹൃദവും വല്ലാത്തൊരു ആത്മബന്ധം പോലെ ആഴത്തിൽ വളർന്നുകൊണ്ടിരുന്നു. ധ്വനിയിൽ പിന്നെ 2-3 കുട്ടികൾ ജോയിൻ ചെയ്തു. നീലിമ ഇപ്പോൾ ഡാൻസ് ടീച്ചറായിട്ട് ഏകദേശം 3-4 മാസങ്ങളായി. അതിനിടയിൽ മഹിമ അവൾക്ക് നല്ലൊരു തുക കൊടുക്കുകയും ചെയ്തു. നീലി, നീ ഇതൊരു ശമ്പളമായിട്ട് കണക്കാക്കരുത്. ഒരച്ഛൻ്റെ സ്ഥാനത്തുനിന്ന് ഏട്ടൻ നിനക്ക് തരുന്നു എന്ന് വിചാരിച്ചാൽ മതി. കാരണം ആ കുടുംബം മൊത്തം ഇപ്പം നിന്നെ ആശ്രയിച്ചല്ലേ കഴിയുന്നത്. അല്ലാതെ നിനക്കൊരു തുക ശമ്പളം ഇട്ടാൽ നമ്മൾ തമ്മിലുള്ള ബന്ധത്തിന് എന്തോ ഒരു ഭംഗിയില്ലാത്ത പോലെയാവും. ഒരിക്കലും ഒരു തുക കയ്യിൽ തന്നുകൊണ്ട് മഹിമ പറഞ്ഞതാണത്. നിറഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ അന്നേരം അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞതുമാണ്. പിന്നെയും ദിവസങ്ങളും ആഴ്ചകളും പതുക്കെ പതുക്കെ കൊഴിഞ്ഞു വീണു. അന്നൊരു 12-ാം തീയതി കൃഷ്ണയുടെ ബർത്ത്ഡേ ആയിരുന്നു. തലേ ദിവസം ക്ലാസ് ഉണ്ടായിരുന്നില്ല. പിറന്നാൾ ദിവസം വൈകുന്നേരം പ്രോഗ്രാമിന് നേരത്തെ തന്നെ എത്താൻ കിച്ചു ആദ്യമേ പറഞ്ഞിട്ടതാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി. സാധാരണ ഒരു ചുരിദാറും ടോപ്പൊക്കെ ധരിക്കാറുള്ള അവൾ അന്ന് അമ്മയെ കൊണ്ട് ഒരു സാരിയൊക്കെ ഭംഗിയിൽ ഉടുപ്പിച്ചു. കിച്ചുവിന് കൊടുക്കാനായി ഒരു അടിപൊളി ഗിഫ്റ്റ് വാങ്ങി അവിടെ എത്തി. വലിയ പരിപാടിയൊന്നും ഇല്ലെങ്കിലും മഹിമയുടെ കുറച്ച് ബന്ധുക്കളും അവളുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. കിച്ചു അവളെ കണ്ടപ്പോൾ തന്നെ അടുത്തേക്ക് ഓടി വന്ന് കയ്യിൽ പിടിച്ചു. ഡ്രസ്സ് മാറ്റാൻ കുറെ കാത്തുനിന്നു. അവൾ നീലിമയെ അകത്തേക്ക് ക്ഷണിച്ചു. ആ ചേച്ചി, ഞങ്ങളുടെ കുട്ടിച്ചങ്ങനെ വന്നിട്ടുണ്ട്. എൻ്റെ പിറന്നാളിന് സർപ്രൈസ് ആയിട്ട് വന്നതാ, ഒരു സൂചന പോലും തരാതെ. അമ്മയ്ക്കും അറിയില്ലായിരുന്നു. ഐ എം സോ ഹാപ്പി. നീലിമയുടെ കൈയും പിടിച്ച് അകത്തേക്ക് പോകുന്നതിനിടെ അവൾ പറയുന്നുണ്ട്. ഒരു വേള നീലിമയും ചുറ്റും നോക്കി. ഇവരുടെ കുട്ടി ശങ്കരനെ ഒന്ന് കാണാനായി. പക്ഷെ അവിടെയൊന്നും അങ്ങനെ ഒരാളെ കാണാനായില്ല. അല്ലെങ്കിലും അങ്ങനെ ഒരാളെ ഞാൻ ഫോട്ടോയിൽ പോലും കണ്ടിട്ടില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ മഹിമയും കിച്ചു ഇത്രയും ആയിട്ടും ഒന്ന് കാണിച്ചു തന്നിട്ട് പോലുമില്ല. ഡാൻസ് കളിക്കുന്ന സമയത്ത് അവർ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ശബ്ദം കേൾക്കാമെന്ന് മാത്രം. അവരിങ്ങോട്ട് കാണിക്കാനോ ഞാൻ അങ്ങോട്ട് നോക്കാനോ പോയിട്ടില്ല. പിന്നെ എങ്ങനെ ആളറിയാനാണ്? അവളൊരു അതിശയത്തോടെ ഓർത്തെടുത്തു. അവരമ്മയുടെയും മക്കളുടെയും സ്വകാര്യതയിലേക്ക് എത്തി നോക്കാൻ ഒരിക്കലും പോയിട്ടില്ല. വായാടിയായ കിച്ചുവോടെ ഏട്ടനെ കുറിച്ച് പറയുമെങ്കിലും ഒരിക്കൽ കൂടി പോലും തനിക്കൊരു ഫോട്ടോ കാണിച്ചു തന്നിട്ടില്ലെന്നത് നീലിമ വെറുതെ ഒന്ന് ഓർത്തു. മഹിയമ്മയെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് അവളെ പരിചയപ്പെടുത്തി കൊടുത്തു. ആ, അവനെത്തി ഇന്ന് രാവിലെ, മകളിലുണ്ട്, ഞാൻ പോലും അറിഞ്ഞിട്ടില്ല. മഹിയമ്മ നടത്തത്തിനിടയിൽ ആരോടൊക്കെയോ പറയുന്നുണ്ട്. ആഘോഷങ്ങളൊക്കെ തുടങ്ങി. ഗോൾഡൻ കളർ ഫ്രോക്കിൽ ഒരു ഭംഗിയുള്ള പാവയെ പോലെ ഓടി നടക്കുന്നുണ്ട് കിച്ചു. കേക്ക് കട്ടിങ്ങിനായി എല്ലാവരും മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്തും ഗാർഡനിലുമൊക്കെയായി ഭംഗിയുള്ള ബൾബുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ട്രോളി ടേബിളിൽ വലിയ കേക്ക് കൊടുന്ന് വെച്ച് ചുറ്റുപാടും ബലൂണുകളും ലൈറ്റുകളും കൊണ്ട് പ്രകാശിക്കുന്നുണ്ട്. കേക്കിന് മുന്നിൽ കിച്ചു വന്ന് നിന്നു. അവൾക്ക് ചുറ്റും മഹിമയും ശങ്കറും നിന്നു. അവർക്ക് മുമ്പിൽ കാണികളായി എല്ലാവരും ഉണ്ട്. നീലിമ കിച്ചുവിന് 2 കൂട്ടുകാരികളുടെ അടുത്തായി വന്ന് നിന്നു. എന്നാ കേക്ക് മുറിച്ചോളൂ, കൂട്ടത്തിൽ ആരോ പറയുന്നുണ്ട്. ഈ ഏട്ടന് ഇതെവിടെ പോയി? അപ്പോഴാണ് അവിടെ നിന്നവർ അവനെ ഓർത്തിരുന്ന പോലെ വീടിനുള്ളിലേക്ക് നോക്കിയത്. എന്ന് പറഞ്ഞുകൊണ്ട് വീടിനുള്ളിൽ നിന്നൊരു ചെറുപ്പക്കാരൻ സിറ്റ് ഔട്ടിന്റെ പടികൾ ചാടിയിറങ്ങി അവർക്കടുത്തേക്കായി ഓടി വന്നു. ഷർട്ടിന്റെ കൈ തിരുത്തു വെച്ച് മുടിയൊന്ന് മാടിയൊതുക്കി മഹിയമ്മയുടെ അടുത്തായി വന്നിരുന്ന അവനെ കണ്ട് നീലിമയൊന്ന് ഞെട്ടിപ്പോയി. അറിയാതെ കാലുകൾ 2 അടി പുറകിലേക്ക് വെച്ച് ഹരിശങ്കർ അവൾ അറിയാതെ പറഞ്ഞുപോയി. തലയിൽ കയറിയ പെരുപ്പ് ഒന്ന് മാറിയപ്പോൾ അവൾ ഒരിക്കൽ കൂടി അവനെ നോക്കി. അവൻ തന്നെ, അന്ന് രാത്രി എൻ്റെ മേൽ കൈവച്ചവൻ, എൻ്റെ സ്വപ്നങ്ങളെ കുടഞ്ഞെറിഞ്ഞവൻ. അന്നത്തേക്കാൾ ആളൊന്ന് തടിച്ചിട്ടുണ്ട്, വേറെ മാറ്റമൊന്നുമില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.